രാജ്യത്തിന്റെ ഭാഗധേയം തിരുത്തിയ ഭരണാധികാരിയായി മാറിയ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ആകസ്മികമായി സംഭവിച്ച പ്രതിഭാസമായി വിലയിരുത്തുന്നത് മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് വിലയിരുത്തുന്നത് പോലെ അസംബന്ധമാണ്. പുറം കാഴ്ചകളെ മാത്രം വിശകലനം ചെയ്ത് നിഗമനങ്ങളിൽ എത്തുമ്പോൾ സംഭവിക്കുന്ന വീഴ്ച കൂടിയാണിത്. ചിലരുടെ ജീവിതം അവരുടെ വിധിയോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിധിയുമായും അഭേദ്യമാം വിധം കെട്ടുപിണഞ്ഞതായിരിക്കും. അങ്ങനെയുള്ളവർ അപൂർവങ്ങളിൽ അപൂർവമാണ്. അവർ അവരായി മാറുന്നതിന് മുമ്പ് കളിമൺ പരുവത്തിലുള്ള ചെറുപ്രായത്തിൽ തന്നെ പ്രപഞ്ചം അവരെ ഒരു വലിയ ലക്ഷ്യത്തിനായി അനുഭവ പാഠങ്ങളിലൂടെ പരുവപ്പെടുത്തും. ഭാവിയിൽ രാജ്യത്തിന്റെ ദീപശിഖ വാഹകരാക്കി അവരെ സജ്ജരാക്കുന്നതിനുള്ള ഏതോ ഒരു വലിയ സംവിധായകന്റെ തിരക്കഥയുടെ ഭാഗമാണത്. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അത്തരം ഒരു തിരക്കഥയിലൂടെ കടന്നു വന്ന ജീവിതമാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റേത്. ലോകത്തെ ഏറ്റവും വലിയ വിരലിൽ എണ്ണാവുന്ന ധനതത്വ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായി മാറിയതിനു ശേഷമാണ് സാമ്പത്തികമായി ഏറ്റവും അന്തരാള ഘട്ടത്തിലൂടെ ഇന്ത്യ കടന്നുപോയ ദശാസന്ധിയിൽ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയായി 91-ൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവാൾ നിയോഗിതനായത്. മുൻ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന IG പട്ടേലിനെയാണ് റാവു ഈ സ്ഥാനത്തിനായി ആദ്യം മനസ്സിൽ കണ്ടിരുന്നത് എന്ന് ഡോക്ടർ PC അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അദ്ദേഹം ആ സ്ഥാനം നിരസിച്ചതിനെ തുടർന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന് നറുക്കു വീഴുന്നത്. കേന്ദ്ര മന്ത്രിസഭാ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ മൻമോഹൻ സിംഗിനെ അന്ന് തിളങ്ങി നിന്നിരുന്ന രാഷ്ട്രീയ രംഗത്തെ അധികായർ പോലും അതിശയത്തോടെയാണ് കണ്ടത്. ആ അർത്ഥത്തിൽ അതിനെ ഒരു ആകസ്മിക കടന്നുവരവായി വിശേഷിപ്പിക്കാമെങ്കിലും ധനകാര്യമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ദൃഢത്വമാർന്നതും പൂർവ്വ മാതൃകകളെ പുറന്തള്ളുന്നതുമായ നടപടികൾ ആ സ്ഥാനത്തേക്ക് വന്ന വിധിയുടെ നിയോഗമായിരുന്നു ഡോക്ടർ സിംഗ് എന്ന പിൻകാലത്ത് തെളിയിക്കുന്നതായിരുന്നു. 90കളുടെ തുടക്കം വരെ രാഷ്ട്രീയമായ സംഭവ വികാസങ്ങൾക്കും പരിണാമങ്ങൾക്കുമാണ് രാജ്യവും ഭരണാധികാരികളും രാഷ്ട്രീയ കക്ഷികളും ജനങ്ങളും പൊതുവെ മുഖ്യ പരിഗണന നൽകിയിരുന്നത്. അന്തസാരശൂന്യമായ രാഷ്ട്രീയത്തിന് പിന്നാലെയുള്ള ഈ അമിതമായ പാച്ചിൽ രാജ്യത്തെ ധനപരമായി ഒരു ക്ഷയിച്ച തറവാടിന്റെ അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ആ തറവാടിന്റെ സാമ്പത്തിക കാര്യങ്ങളുടെ കാര്യസ്ഥനായി സിംഗ് വന്നപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ലോക ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിയ പണം തിരിച്ചടയ്ക്കാൻ വകയില്ലാത്തതിനാൽ റിസർവ് ബാങ്ക് ഏതാണ്ട് 47 ടൺ സ്വർണമാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ബാങ്ക് ഓഫ് ജപ്പാനിലും പണയം വെച്ച് 34,000 കോടിയോളം രൂപ സ്വരൂപിച്ചത്. മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികളും ഉദാരവൽക്കരണ നയങ്ങളും കാരണം ഒരു വർഷത്തിനകം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഉയരുകയും പണം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞുവെന്നതും ചരിത്രം തന്നെ. പക്ഷെ ഈ ചരിത്രം രചിക്കാൻ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായി നിരവധി കടുത്ത പ്രതിസന്ധികളിലൂടെ അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടതായി വന്നു. പലപ്പോഴും രാജിക്കത്തെഴുതി പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഓഫീസിൽ പോയിരുന്നത്. ജനങ്ങളുടെ താൽക്കാലികമായ കയ്യടികൾക്കപ്പുറം രാജ്യത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും കാലം ആവശ്യപ്പെടുന്നത് എന്താണ് എന്നതിനാണ് അദ്ദേഹം പ്രാമുഖ്യം നൽകിയിരുന്നത്. സാമ്പത്തിക നവീകരണ പരിപാടികൾക്കൊപ്പം രാജ്യത്തെ പ്രധാന സാമൂഹ്യക്ഷേമ പരിപാടികൾക്കും തുടക്കം കുറിച്ചത് അദ്ദേഹം കേന്ദ്ര ധനമന്ത്രിയായിരുന്ന കാലയളവിൽ തന്നെയാണ്. മൻമോഹൻ സിംഗ് നടപ്പാക്കിയ സ്വകാര്യവൽക്കരണ ആഗോളവൽക്കരണ നയങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ അതുവരെയുള്ള ജാതകം തിരുത്തി കുറിക്കാൻ ഹേതുവായത്. 1 രൂപയുടെ പോലും അഴിമതി ആരോപണം നേരിടാതെ 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് ഭരിച്ചു എന്നത് മാത്രമല്ല അദ്ദേഹത്തെ വ്യത്യസ്തനായ ഭരണാധികാരിയാക്കുന്നത്. വ്യക്തിപരമായ സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നതിൽ എന്നും അദ്ദേഹം ദത്തശ്രദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരംഗം പോലും ധനപരവും രാഷ്ട്രീയവുമായ വിവാദങ്ങളിൽ ഒരിക്കൽ പോലും കഥാപാത്രങ്ങളായിട്ടില്ല എന്നത് ഈ കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാണ്. ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയിലെ കൊടും പട്ടിണി മാറ്റിയ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും ക്രിയാത്മകമായ പദ്ധതികളിൽ ഒന്നായ തൊഴിലുറപ്പ് പദ്ധതി അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് നടപ്പിലാക്കിയത്. ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും അല്ലാതെ സർക്കാരിന്റെ പണം ആദ്യമായി പാവപ്പെട്ടവർക്ക് നേരിട്ട് ലഭ്യമാക്കാൻ ഇടയാക്കിയ പദ്ധതിയാണത്. സർക്കാരിന്റെ അകത്തളങ്ങളിൽ എന്ത് നടക്കുന്നു എന്നതറിയാൻ സാധാരണ പൗരനും അവകാശപ്പെടുത്തിയ വിവരാവകാശ നിയമം നടപ്പാക്കിയതും മൻമോഹൻ സിംഗ് സർക്കാർ തന്നെയാണ്. ആധാർ നടപ്പാക്കുന്നതിന് തുടക്കം കുറിക്കാനും കഴിഞ്ഞു. GST നടപ്പാക്കിയത് മോദി സർക്കാരിന്റെ കാലത്താണ് എങ്കിലും അതിനുള്ള കളമൊരുക്കിയത് മൻമോഹൻ സിംഗിന്റെ ഭരണ കാലയളവിന്റെ അന്ത്യപാദങ്ങളിലായിരുന്നു. ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും ആൾരൂപമായിരുന്ന മൻമോഹൻ സിംഗിന് ഒരു ഉരുക്കും മനുഷ്യന്റെ പ്രതിച്ഛായ ഒരിക്കലും ആരും കൽപ്പിച്ചിട്ടില്ല. എന്നാൽ രാഷ്ട്രീയത്തിലെ മറ്റേതൊരു ഉരുക്കും മനുഷ്യനും കഴിയാതിരുന്ന തരത്തിലുള്ള തിടമാർന്ന നടപടികളാൽ ഇന്ത്യയുടെ ഭാഗധേയം നിർണയിക്കുകയും ഭാവിയിലേക്കുള്ള ദിശാസൂചകമായി മാറുകയും ചെയ്ത ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം.